സതീഷ്, ഞാൻ വായിച്ച തുടർച്ചയിൽ ഷാജിദ് ഇങ്ങനെ പിന്നെയും പറയുകയാണ്, തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ്, അതിൻ്റെ കാരണക്കാരും നിങ്ങളാണ്. 6 മാസം പെൻഷൻ മുടങ്ങി കൊടുക്കാനായില്ല. വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടോ ഇല്ല. ഭരണം ലഭിച്ചത് മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി തടസ്സപ്പെടുത്തി. വീട് വെക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീ 15 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഒരു വർഷം മുമ്പ് വരെ 1400 കെട്ടേണ്ടവൻ ഇന്ന് 20,000 30,000 കെട്ടുകയാണ്. PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട SFI അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് 60 ദിവസം സമരം നടത്തിയപ്പോൾ 10,000-കണക്കിന് യുവാക്കൾ പിന്തുണ അറിയിച്ചു. ആ സമരത്തോട് CPM-ന്റെ സമീപനം എന്താണ്? നവകേരള സദസ്സ് എന്താണ്? അങ്ങനെ കാരണങ്ങൾ എണ്ണി പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇതൊന്നും ഞങ്ങൾ പണം വാങ്ങി ചെയ്യുന്നതല്ല. പണം വാങ്ങി പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ഇല്ലെന്നേ എന്നാണ് അവസാനിക്കുന്നത്. അത് പറയുന്നത് പോരാളി ഷാജി ആണെങ്കിലും, അത് പറയുന്നത് അബിൻ വർക്കി ആണെങ്കിലും, അത് പറയുന്നത് CR നീലകണ്ഠൻ ആണെങ്കിലും, അത് പറയുന്നത് ഹാഷ്മി ആണെങ്കിലും, ഉള്ളു തുറന്നുള്ള പരിശോധന അക്കാര്യത്തിൽ ഉണ്ടാകുമോ കെ സജീഷ്? ഹാഷ്മി, ഒരു കാര്യം, ഇതിപ്പോൾ താങ്കളുടെ ഒരു ചോദ്യമുണ്ട്. നേരത്തെ ശ്രീ അബിൻ വർക്കിയും ശ്രീ CR നീലകണ്ഠനുമെല്ലാം വളരെ വിശദമായി ഇതിനിടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിരവധി ആരോപണങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, ശ്രീ അബിൻ വർക്കി കുറേ പൊളിറ്റിക്കലായ കാര്യങ്ങൾ അപ്പുറത്തേക്കും കടന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ സ്വാഭാവികമായും അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആരാണെന്നറിയാത്ത ആരോ ചേർന്നുകൊണ്ട് ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിൽ അവർക്ക് ആശയപരമായ നല്ല കുഴപ്പമുണ്ട്. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടോ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടോ അല്ല, ഒരു വൈകാരിക പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നന്നായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളുമുണ്ട്. ആ പ്രവർത്തനങ്ങളെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ശ്രീ അബിൻ വർക്കി ഈ കാര്യങ്ങളെയൊക്കെ പറയുമ്പോൾ ഇത് ഏകപക്ഷീയമായി അവതരിപ്പിക്കുന്ന ഒരു രീതി അത് ശരിയല്ലല്ലോ. ഇപ്പോൾ അപ്പുറത്തൊരു പോരാളി വാസു എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഭ്യതയുടെ ഒരു അതിരും കാത്തു സൂക്ഷിക്കാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാന്യതയുടെ മുഖംമൂടി എടുത്ത് അണിയരുത്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചു പോകുന്നവരാണ്, പക്ഷേ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ അബിൻ വർക്കി ഉണ്ട് എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ വെരിഫൈഡ് പേജിൽ നിന്ന് വന്ന കമൻറ്റ് കേരളത്തിലെ സഭ്യതയ്ക്ക് നിരക്കുന്നതാണോ? വെരിഫൈഡ് പേജാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും പേജല്ല. ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പേരുകളും ചിഹ്നങ്ങളും എല്ലാം ആർക്കും എടുത്ത് ഉപയോഗിക്കാം. പലതും ഫേക്കായി തന്നെ ഈ പറഞ്ഞ ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് കിട്ടിയ അവസരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെയും മറ്റും സോഷ്യൽ മീഡിയ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ ചിത്രവും മറ്റും ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിങ്ങളെ ബഹുമാനപ്പെട്ട ശ്രീ ബിന്ദു കൃഷ്ണയല്ലേ ഈ EP ജയരാജൻ സഖാവിൻ്റെ ഭാര്യയുടെ തല വെട്ടി മോർഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ചത്? നിങ്ങളുടെ KPCC നേതാക്കന്മാരുൾപ്പെടെ. ഞങ്ങളിൽ നിന്ന് അത്തരത്തിലൊന്ന് വരികയുമില്ല, ഞങ്ങളിൽ നിന്ന് അത്തരത്തിലൊന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ നേതൃത്വം തന്നെ ഇതിന് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യം മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ. അതിൻ്റെ ഇടയിൽ അബിൻ വർക്കി രാജ്യത്ത് ജനാധിപത്യപരമായ സംവിധാനം ഉണ്ടാകണമെന്നും നമ്മുടെ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നുമെല്ലാം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ ഫലമായി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ BJPക്ക് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതും അവരുടെ ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ടതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അതാകെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് എക്കാലത്തും പറയുന്നത് പോലെ പറഞ്ഞു കളയരുത്. ഞാനതൊന്നും ഈ ചർച്ചയിൽ പറയണമെന്ന് കരുതിയതല്ല. ഇവിടെ വന്ന് വീരവാദം മുഴക്കിയുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഡൽഹിയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒഡീഷയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലത്തെല്ലാം 0 ആണല്ലോ BJPയുമായിട്ടുണ്ടായത്. ഇപ്പോൾ BJPക്ക് തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങൾ ആരാണ്? ഘടകകക്ഷികൾ നടത്തിയ പോരാട്ടങ്ങളാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ UPയിൽ നടന്ന പോരാട്ടം അതിൽ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ ഞങ്ങളാണ് എന്ന് വീമ്പളക്കാൻ നിങ്ങൾ പോകുന്നുണ്ടോ? അതിൽ മുലായം സിംഗ് യാദവിൻ്റെ, അഖിലേഷ് യാദവിൻ്റെ പാർട്ടി
വഹിച്ച പങ്ക് ചെറുതാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? മറ്റൊരുപാട് കക്ഷികളുണ്ട്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാമല്ലോ. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ അനുഭവം വെച്ചുകൊണ്ട് രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തണം. നേരത്തെ താങ്കൾ ഉൾപ്പെടെ ചെറിയൊരു മറുപടി പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അബിൻ രാഷ്ട്രീയം മനസ്സിലാക്കണം. രാജസ്ഥാനിലെ രാഷ്ട്രീയം കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ടത്തിൻ്റെ കൂടി രാഷ്ട്രീയമാണ്. ആ മണ്ണിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് നല്ല വളർച്ചയുണ്ട്. നിങ്ങളീ പറയുന്ന അമ്രാം റാം എന്ന് പറയുന്ന CPIM-ന്റെ MB ആയി തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി 4 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടും MLA ആയിട്ടുണ്ട്, BJPയെ തോൽപ്പിച്ചിട്ടും MLA ആയിട്ടുണ്ട്. അത് അവിടെ ഞങ്ങൾക്കുള്ള കരുത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. നിങ്ങൾ 4 സീറ്റിൽ അവിടെ ജയിക്കുമ്പോൾ ഞങ്ങളുടെ പിന്തുണ ആ സീറ്റുകളിലില്ല എന്നാണോ അബിൻ വർക്കി പറയുന്നത്? നല്ല പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ തോതിൽ വോട്ടുള്ള പ്രദേശത്ത് നിന്ന് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കാര്യവും കൃത്യമായി വോട്ടിംഗ് നില പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് മനസ്സിലാക്കിക്കൊണ്ടൊരു ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ അബിൻ വർക്കി തയ്യാറാകണമെന്നേ പറയാനുള്ളൂ. പിന്നെ രാജസ്ഥാനിലെ നമുക്ക് ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയമെന്ന് പറയുന്നത് കർഷക സമര പോരാട്ടത്തിൻ്റെ കൂടി വിജയമാണ്. ആ കർഷക സമര പോരാട്ടത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് അബിൻ വർക്കി ഓർമ്മിച്ചാൽ നന്നാവും. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെങ്കൊടി പിടിച്ച് നടത്തിയ, കാലിൽ ചോരയൊലിപ്പിച്ച് കിലോമീറ്ററുകളോളം നടത്തിയ ഒരു മാർച്ചുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരത്തിൻ്റെ തുടക്കം അതാണ്. ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആദ്യം അതിനെ നിഷേധിച്ചു. പക്ഷേ പിന്നീട് നവമാധ്യമങ്ങളിലും മറ്റും വലിയ പ്രശസ്തി അതിന് വന്നപ്പോഴാണ് ഇന്ത്യയിൽ അതൊരു വലിയ സമരമായി മാറിയത്. ആ സമരത്തെ എതിരാളികൾ പോലും വരവേൽക്കുന്ന നിലയിലേക്ക് മാറിയത്. അതാണ് ഇന്ത്യയിലെ കർഷക സമരത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. ആ ഊർജ്ജം, കർഷക പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലസ്ഥാനമായി തന്നെ നിൽക്കുന്ന മറ്റൊരു പ്രദേശമാണ് ഈ സിക്കറും രാജസ്ഥാനുമെല്ലാം. അതിൻ്റെ നേതാവാണ് അമ്രാം റാം എന്ന് പറയുന്നത്. ആ കർഷക സമരത്തിൻ്റെ നേതാവാണ്. നേരിട്ട് അത് സഭയിൽ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ CPM-ന് ദേശീയ പദവി നിലനിർത്താൻ ഞങ്ങളുടെ കാരുണ്യം കൊണ്ടാണെന്ന് മാത്യുക്കുഴനാണ് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ CPM അതിൻ്റെ കുന്തമുന തിരിച്ചുവെച്ചത് BJPക്കെതിരായിരുന്നില്ല, കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുമായിരുന്നു. പണ്ട് രാഹുൽ നിങ്ങളെ വിളിച്ച പേര് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത് എന്താണ്, രാജീവിൻ്റെ മകൻ തന്നെയാണോ എന്ന് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ MLA ആണ്. അത്തരത്തിൽ നിങ്ങൾ അത്തരത്തിൽ കുന്തമന തിരിച്ച് കോൺഗ്രസ് 50 സീറ്റ് പോലും ജയിക്കില്ല എന്ന് പാർട്ടി പത്രത്തിൽ നിരന്തരം എഴുതി കോൺഗ്രസിനെതിരെ മാത്രം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇന്ന് മാത്യക്കുള്ളാണ് പറയേണ്ടി വരുന്നത്. സിക്കറിൽ നമ്മൾ മുന്നണിയായിട്ട് ജയിച്ചവരാണെങ്കിലും ഞങ്ങളുടെ കാരണത്തിലാണ് നിങ്ങൾ ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. സജീഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്കൊക്കെ അങ്ങനെയേ പറയാൻ വേണ്ടി കഴിയൂ, അവരങ്ങനെയേ പറയൂ. അവർ പറയുന്നതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യവും കൊടുക്കും. പക്ഷേ വസ്തുത എന്ത് എന്നുള്ളതാണ് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ രാജസ്ഥാനിലെ സിക്കർ മാത്രമല്ല, തമിഴ്നാട്ടിൽ മധുര ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ വർഷങ്ങളായി ഞങ്ങൾ ജയിച്ചു വരുന്ന സ്ഥലമാണ്. ലോക്സഭാ സീറ്റൊന്നും ആരും, ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരു പ്രാധാന്യമില്ലാത്ത ഒരു പാർട്ടിക്ക് നൽകുന്ന സാഹചര്യം എവിടെയില്ല. ജയിക്കാൻ സാധ്യതയുള്ള വോട്ടുള്ള ആളുകൾക്ക് മാത്രമേ നൽകൂ എന്ന് രാഷ്ട്രീയത്തിലെ മുന്നണി മര്യാദയുടെയും മറ്റും ABCD അറിയുന്ന ആളുകൾക്കറിയാം. ആ കാര്യം അറിയാതെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനൊന്നും നമുക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. രാജ്യത്ത് നടന്ന തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ, അതിൻ്റെ എല്ലാം നേതൃനിരയിൽ നിന്ന ആളുകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് CPIM-ൻ്റെയും ലെഫ്റ്റിൻ്റെയും എല്ലാം പ്രതിനിധികളായി ഓരോ സംസ്ഥാനത്തും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾക്ക് പല സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് താല്പര്യം കൊണ്ടാണ്. പറയട്ടെ, അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് ഞാൻ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അതിൻ്റെ ഇടയിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ, അധികം കാര്യങ്ങളില്ല, ചില കാര്യങ്ങൾ വിട്ടുപോയി എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. രാഹുൽ ഗാന്ധി ഈ കേരളത്തിലേക്ക് വരുമ്പോൾ വിമർശന വിധേയനായി പെരുമാറി എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേള ഉപയോഗിച്ചത്. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളാണല്ലോ. ഞങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിനെയോ വിമർശിക്കാനല്ല, ഒരേപോലെ തന്നെ രാജ്യത്തെ BJPയുടെ അപകടത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. എന്നാൽ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ അവസ്ഥ വാളയാട് ചുരം കടന്ന് ഇപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്ന ഘട്ടത്തിലുൾപ്പെടെ CPIM-നെ വിമർശിക്കുക, ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നത് മാത്രമാണ്. അപ്പുറത്ത് അപകടകരമായ ഒരു BJP ഉണ്ട് എന്ന കാര്യം അവരോട് മറന്നുപോയി. ആ മറവിയിൽ നിന്നാണ് തൃശ്ശൂരിൽ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ അബിൻ വർക്കി
ഈ പരിശോധനയെക്കുറിച്ചും ആ പരിശോധന ശരിയാവണ്ണം നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും എന്നെല്ലാം ഉപദേശിക്കുന്ന ഒരു നിലയുണ്ടായി. പക്ഷേ BJPക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ എത്രയാണോ വേണ്ടത് അതിൻ്റെ 10,000 അധികം 9,000-ലധികം വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ഭാഗമായി നിങ്ങളുടെ തൃശ്ശൂർ DCC ഓഫീസിൽ തല്ല് നടക്കുന്നത് കേരളത്തിലെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടില്ലെങ്കിലും നാട്ടുകാർക്കറിയാം മറ്റെവിടെയും ആ തല്ല് നടക്കുന്നില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ശശി തരൂർ പരസ്യമായി പറയുന്ന സാഹചര്യം ജയിച്ച ഘട്ടത്തിലും ഉണ്ടായി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ആ അനുഭവം വെച്ച് കുറ്റപ്പെടുത്തരുത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം, ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. അതായത് അബിൻ വർക്കി ഉൾപ്പെടെ എനിക്ക് ഉപദേശം തന്നല്ലോ, നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, ഞങ്ങളും ആളല്ല. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ പരിശോധന നടത്തും, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. ആ പരിശോധനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തിരുത്തി പോവുകയും ചെയ്യും. ആ തിരുത്തി പോകേണ്ട അനുഭവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇല്ലാതായി പോകും നിങ്ങൾ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനായ AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് നായനാർ എന്ന്. അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 100 ഗീവർഗീസ് മോർ കൂർലോസിനെ വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റാണ് എന്ന് SK സതീഷ് ഒരുപക്ഷെ പരസ്യമായി ഇവിടെ പറയാൻ കഴിയില്ലെങ്കിലും താങ്കൾ ഉള്ളിൽ അത് ശരിയാണ്, അങ്ങനെ ആ വിളി അർഹിക്കുന്ന ആളല്ല കൂർലോസ് തിരുമേനി എന്ന് വിശ്വസിക്കുന്ന ആണെന്നെ വിശ്വാസം. സജീഷ് അല്ലേ? ഒരു കാര്യം, ഈ താങ്കൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ദയവേത് ആഷ്മി ആ ലക്ഷ്യങ്ങൾ ചർച്ചയിൽ പ്രയോഗിക്കരുത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കം ആളുകൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ വന്ന് അതങ്ങ് മായ്ച്ചു കളയാൻ വേണ്ടി ഹൃദയത്തിൽ ഒരിക്കലും വിചാരിക്കുന്നില്ല കൂർലോസ് തിരുമേനി വിവരദോഷി എന്ന് വിളി കേൾക്കാൻ അർഹനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതായത് ഒരാൾ എന്താണ് വിവരപൂർണമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് വിവരദോഷം എന്ന് തന്നെ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പറയട്ടെ, എനിക്ക് പറയാമല്ലോ. സതീഷ് പല ചോദ്യങ്ങളും ഒഴിഞ്ഞു മാറുന്ന പോലെ എന്റെ ആ ചോദ്യം കേട്ടില്ല എന്ന് കരുതി വിട്ടുകൂടെ? അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചോദ്യത്തിനും ഒഴിഞ്ഞു മാറി. ആഷ്മി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ കണ്ടിട്ടുണ്ടാകും. തടിക്ക് കേടാകാത്ത രീതിയിൽ പ്രവർത്തിക്കും. ഞങ്ങളതല്ല. ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തലയങ്ങ് പോയാൽ ആ തലയങ്ങ് പോകട്ടെ എന്ന് തീരുമാനിച്ച് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ. ആരും മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പുറത്തെ കതറ് ചുറിയാത്ത ആളുകളെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിലയിരുത്തരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ എല്ലാവരുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. എന്നാലും പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, ഇപ്പോഴും ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് ആവർത്തിക്കുന്ന തിരുമേനി വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റാണ് എന്ന് തന്നെയാണ് താങ്കളുടെ ധാരണ. താങ്കൾ പുറത്തെന്ന് പറഞ്ഞാലും ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി ഇവിടെ പോട്ടെ. ഹാഷ്മി അങ്ങനെ സ്ഥാപിച്ച് എന്റെ അഭിപ്രായങ്ങളെ തിരുത്തരുതല്ലോ. കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ? അങ്ങനെ അവസാനിപ്പിച്ചു പോകരുത്, അതൊരു ശരിയായ രീതി. കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ? ഞാൻ തർക്കിക്കാനില്ല, പറയട്ടെ. കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ? ഒരു കാര്യം, തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം പ്രചരിപ്പിച്ച കാര്യങ്ങൾ തെറ്റായ നിലയിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അദ്ദേഹത്തോടുൾപ്പെടെ സംസാരിച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഈ കാര്യം എടുത്തിട്ട് അലക്കുന്നതിനോട് അദ്ദേഹത്തിന് പോലും യോജിപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലാക്കേണ്ടത് തർക്കിച്ചു സാറാ, പോരാളി ഷാജിമാർക്ക് ഉത്തേജനം ഉണ്ടാവുന്നത് ഈ പറയുന്ന ഒരു ഉത്തേജനവുമില്ല. അത് താങ്കൾക്ക് സ്ഥാപിക്കാനുള്ള ഉത്തേജനമാകുന്നത് കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചിട്ട് തെറ്റ് എന്നൊരു ശബ്ദം ഉയരാത്തതാണെന്ന് ഉത്തേജനം. നിങ്ങൾ ഷാജിമാരെ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോട്ടെ അത് അങ്ങയുടെ വിശ്വാസം. ആഷ്മി, ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ സൗമ്യമായി തന്നെ ഒറ്റ വാചകത്തിൽ, എനിക്കും ഉണ്ടല്ലോ ഒരു ജനാധിപത്യ അവകാശം. ആഷ്മി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കരുത്. ആഷ്മി പറഞ്ഞുകൊണ്ട് ഉള്ളിൽ അങ്ങനെയാണ് അഭിപ്രായം എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലൊന്നും പുറത്ത് വേറെ ഒന്നും വെക്കുന്ന ആളുകളല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സമൂഹം ഏൽപ്പിക്കുന്ന ഏത് പരിക്കും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നവരാണ് ഇവരെ പോലെ, അപ്പുറത്തെ വലതുപക്ഷത്തിനെ പോലെ അവരുടെ വ്യക്തിപരമായ അജണ്ടയുടെ പുറത്ത് പ്രവർത്തിക്കുന്നവരല്ല. അങ്ങനെ പ്രവർത്തിക്കാൻ ആർക്കും
കമ്മ്യൂണിസ്റ്റ് ശരി. പ്രസ്ഥാനത്തിൽ ഓക്കേ. കഴിയില്ല. ഓക്കേ, അത് ഓക്കേ. ഒരു വസ്തുതയാണ്. ഓക്കേ സതീഷ്, ഞങ്ങൾ ഓക്കേ ഇവിടെ ഇപ്പം പലരും ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചല്ലോ. എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല. ഒരു ചാനലിൻ്റെ ആളുകൾ എൻ്റെ നെഞ്ചത്ത് മൈക്ക്, ഞാൻ ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല. എന്നോട് ഇത് സ്റ്റോറിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സാധാരണ ചർച്ചയിലൊന്നും പറയുന്ന പോലെ കടുകട്ടി വർത്താനമൊന്നും പറഞ്ഞു കളയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചിലൊരു എന്താണ് മൈക്ക് വെച്ചിട്ട് കൃഷി പറഞ്ഞ ഈ ഇതുണ്ടല്ലോ, കൃഷി മൈക്ക് കുത്തി തന്നിട്ട് വർത്തമാനം പറയിപ്പിച്ചിട്ട് എൻ്റെ ശൈലി മാറ്റി വർത്തമാനം പറയിപ്പിച്ചിട്ട് അവസാനം ഇന്നും ഞാനൊരു ഫേസ്ബുക്ക് കമന്റ് ഇട്ടാ അതിന്റെ പുറകെ വന്ന് അയ്യോ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന സമയത്ത് പക്ഷേ ഞങ്ങളാണ് ഇത് കുത്തി കൊടുത്തത്, ഇത് ഞങ്ങളുടെ പരിപാടിയാണെന്ന് പറയാൻ ഒരു മാധ്യമം തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കെതിരെ വരുമ്പോ അങ്ങനെയാണ്. തേജോദയവും വെച്ച് നോക്കിയാൽ എസ് കെ സതീഷിനെതിരെ ഉണ്ടാകുന്ന നിർദോഷമാണ്, അങ്ങേയറ്റം നിർദോഷമാണ്. ശരി, ഞാനെത്താം.